മരിക്കുന്നത് കാണുമ്പോ കൊതി തോന്നാറില്ലേ? മോനെ, നിനക്കൊരു നല്ല മരണം കിട്ടുമോ ചെറുപ്പക്കാരാ? മോനെ, ഏറ്റവും വലിയ ദുരന്തം ഈമാനില്ലാത്ത ദുരന്തമാ. ഈമാനില്ലാത്ത മരണം ഒരു വലിയ ദുരന്തമാ സഹോദരാ. അവനെക്കാളും വലിയ നഷ്ടവാളിയില്ലല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയാത്തവനെക്കാളും വലിയ നഷ്ടവാളിയാരാ? അള്ളാന്റെ ഖുർആൻ പറഞ്ഞില്ലേ? അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞല്ലോ, ഏറ്റവും വലിയ വിജയാരെന്നറിയോ? പണവും അധികാരവും ഉള്ളവനല്ല. ഏറ്റവും വലിയ വിജയാരെന്നറിയോ? അവസാനം നന്നാക്കുന്നവനാ. ഈമാനോടുകൂടി മരിക്കാൻ ഭാഗ്യം കിട്ടിയവനാ. അല്ലാഹു നമുക്കതിനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാണ്, ഏറ്റവും വലിയ ദുരന്തങ്ങൾ ഈ 10 ദുരന്തങ്ങളാണ്. ഒരു മനുഷ്യനെ തെറ്റ് ചെയ്യുമ്പോ അവന് സംഭവിക്കുന്ന ദുരന്തങ്ങളെ കുറിച്ചാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, മുഅ്മിനീങ്ങളോട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹു അസദ്ദുൽ ഫർഹ ബി തൗബത്തി അബ്ദി. ഒരടിമ അല്ലാഹുവിനോട് തൗബ ചെയ്യുമ്പോ അല്ലാഹു വല്ലാതെ സന്തോഷിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു അടിമ ചെയ്തു പോയ ഒരു തെറ്റിന്റെ പേരിൽ അല്ലാഹുവിനോട് പശ്ചാത്തപിക്കുമ്പോ അല്ലാഹുവിന് വല്ലാത്ത സന്തോഷമാണെന്ന് നബിയിനാ റസൂലുള്ളാഹി. അല്ലാഹു നമുക്ക് തൗബ ചെയ്ത് മരിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു തൗബ ചെയ്ത് മരിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പാപമോചനം എന്തിനും ഏത് നല്ല കാര്യം ചെയ്താലും അതിന് പ്രതിഫലം എന്താ? സ്വർഗം പിന്നാവട്ടെ. ദുനിയാവിൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? ഏത് നല്ല കാര്യം ചെയ്താലും ഈ ദുനിയാവിൽ അല്ലാഹു നമുക്ക് തരുന്ന സമ്മാനം എന്താ? പാപമോചനം. അതാ നിങ്ങൾ നമ്മൾ ഓരോ കാര്യങ്ങൾ നോക്ക്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാൾ മുസ്ലിം ആകണമെങ്കിൽ അവൻ ആദ്യം പറയേണ്ട എന്താ? ഷഹാദത്ത് കലിമ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഒരാൾ മുസ്ലിം ആകണമെങ്കിൽ അവൻ ഷഹാദത്ത് കലിമ പറയണം. ആ ഷഹാദത്ത് കലിമ പറയുന്നവൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താ? സ്വർഗ്ഗം. അത് പോട്ടെ, ഒരാൾ ഷഹാദത്ത് കലിമ പറഞ്ഞാൽ ആ പറയുന്നതിലൂടെ മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം. ഒരാൾ അല്ലാഹുവേ പടച്ച റബ്ബിന്റെ ദീനിലേക്ക് ഷഹാദത്ത് കലിമ പറഞ്ഞുകൊണ്ട് കടന്നു വന്നാൽ അവൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം, അത് പറയുന്നതിന് മുമ്പ് വരെ തന്റെ ജീവിതത്തിൽ ചെയ്ത സർവ്വ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട് ദീനിലേക്ക് കടന്നു വന്നാൽ അതിനു മുമ്പ് എത്ര വലിയ ദ്രോഹം ചെയ്തവനാകട്ടെ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട കൊച്ചാപ്പയായ ഹംസ റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ കരളും കൂമ്പും വരെ വലിച്ചു പറിച്ച് ഹിന്ദെന്ന് പറയുന്ന പെണ്ണുണ്ടല്ലോ, വഹ്ശിയുണ്ടല്ലോ, അത്രയും വലിയ റസൂലുള്ള ഇതുപോലെ വേദനിച്ച രംഗമില്ല. ആ സ്വഹാബി വരെ ദീനിലേക്ക് കടന്നു വന്നില്ലേ? അതിനു മുമ്പ് ചെയ്തത് മുഴുവനും അല്ലാഹു പുറത്തു കൊടുത്തെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മഹത്വം അറിയണോ? ഒറ്റ മിനിറ്റ് കൊണ്ട് സ്വർഗത്തിൽ പോയ ഒരു സഹാബിയുണ്ട്. ഒറ്റ സെക്കൻഡ് കൊണ്ട്, ഒരു മിനിറ്റ് കൊണ്ട് അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നുപോയ ഒരു സഹാബിയുടെ ചരിത്രമുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, റസൂലുള്ളാഹി പറഞ്ഞല്ലോ, അമലുഹു കലീൽ. റസൂലുള്ളാഹി പറയുകയാ, അമലുഹു കലീൽ വഅജ്റുഹു കസീർ. ഒറ്റ മിനിറ്റ് കൊണ്ട് സ്വർഗത്തിൽ പോയ സ്വഹാബി യുദ്ധക്കളത്തിൽ നിൽക്കുകയാണ്, ശത്രുക്കളോട് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ യുദ്ധക്കളത്തിൽ നിൽക്കുമ്പോ ഒരു മുസ്ലിമായ മനുഷ്യൻ വരുന്ന, മുഹമ്മദേ, എനിക്ക് നിങ്ങളുടെ കൂടെ കൂടണം, എനിക്ക് നിങ്ങളുടെ കൂടെ കൂടണം. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്നു. റസൂലുള്ളാഹിയോട് പറഞ്ഞു, എനിക്ക് മുസ്ലിമാകണം, എനിക്ക് സ്വർഗത്തിൽ പോകണം. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്നപ്പോ ആ യുദ്ധം നടക്കുന്ന രണാങ്കണത്തില് ഒരു മുസ്ലിമായ മനുഷ്യൻ വന്നിട്ട് മുത്തുനബിയോട് മുസ്ലിമാകണമെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്തു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടെ നിന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കുകയാണ്. റസൂലുള്ളാഹിന്റെ കയ്യിൽ പിടിച്ച് ഷഹാദത്ത് കലിമ പറഞ്ഞു. What's the secret ingredient?
റസൂലുള്ളാഹിയുടെ മുന്നിൽ നിന്ന് മുസ്ലിമായി. എന്നിട്ട് ആ മനുഷ്യൻ ചോദിക്കുന്നു, നബിയേ യുദ്ധത്തിൽ ഷഹീദായ എന്ത് കിട്ടും നബിയേ? റസൂലുള്ളാഹി പറഞ്ഞ സ്വർഗ്ഗം കിട്ടും. റസൂലുള്ളാഹി പറഞ്ഞ സ്വർഗ്ഗം കിട്ടും. ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് ഒരു മിനിറ്റ് ആയില്ല, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ഈ രണാങ്കണത്തിൽ ഷഹീദായ സ്വർഗ്ഗം കിട്ടും. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ മുസ്ലിമായ സഹാബി ഉണ്ടല്ലോ, വാളുമെടുത്തുകൊണ്ട് രണാങ്കണത്തിലേക്ക് പോകുകയാ. വാളുമെടുത്തുകൊണ്ട് ശത്രുക്കളുടെ നടുവിലേക്ക് അതാ പാഞ്ഞു കയറുകയാണ്. ഒരു നിമിഷം മുമ്പ് വരെ തന്റെ കൂടെ നിന്നവന് പെട്ടെന്ന് കൂറുമാറിയല്ലോ. തന്റെ കൂടെ യുദ്ധക്കളത്തിൽ നിന്നവന് പെട്ടെന്ന് മുഹമ്മദ് നബിയുടെ ചാരത്ത് പോയി മുസ്ലിമായിട്ട് തിരിച്ചു വരുന്നത് കണ്ടപ്പോ ശത്രുക്കള് നാലു ഭാഗത്ത് നിന്ന് വളഞ്ഞിട്ട് വെട്ടിഞ്ഞുറുക്കുകയാ. സുബ്ഹാനല്ലാഹ്, മുത്തുനബിയുടെ മുന്നിലേക്ക് ചുമന്നുകൊണ്ടുവരികയാ. മുത്തുനബിയുടെ മുന്നിലേക്ക് ചുമന്നുകൊണ്ടുവരികയാ. ആരെയെന്നറിയോ? ഒരു മിനിറ്റ് മുമ്പ് ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് പോയ സ്വഹാബി, ഒരു മിനിറ്റ് മുമ്പ് മുസ്ലിമായിട്ട് പോയ സ്വഹാബി. ആ സഹാബിയുടെ ജനാസ കൊണ്ടുവന്നപ്പോഴാണ് റസൂലുള്ളാഹി പറഞ്ഞു, സഹാബാ അമലുഹു ഖലീൽ, അമലു കുറച്ചേ ഉള്ളൂ. ഒരുപാട് നിസ്കാരമില്ല, ഒരു സുജൂദ് പോലും ചെയ്തിട്ടില്ല, ഒരു നോമ്പ് പോലും പിടിച്ചിട്ടില്ല, ഒരു ദിക്ർ പോലും പറഞ്ഞിട്ടില്ല, ഒരു സുജൂദ് പോലും ചെയ്യാത്ത മനുഷ്യന് ഒറ്റ മിനിറ്റ് കൊണ്ട് ഷഹീദായിട്ട് തിരിച്ചു വരികയാണ്. റസൂലുള്ളാഹി പറഞ്ഞു, അമല് ചെറുതാ പക്ഷേ പ്രതിഫലം വലുതാണ് സഹാബാ. അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് പച്ചപ്പറവയെ പോലെ പറന്നുപോയെന്ന ചരിത്രം പറയുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് വെറുതെ തെള്ളി നീക്കാറുള്ളതല്ല, തസ്ബീഹ് എടുത്ത് വെച്ച് ചിരിച്ചും കളിച്ചും പറയാറുള്ളതല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ അവന്റെ പാപം അല്ലാഹു പൊറുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഒറ്റ മിനിറ്റ് നിങ്ങൾ ചിന്തിക്ക്, ഒരു സുജൂദ് പോലും ചെയ്യാതെ സ്വർഗ്ഗത്തിൽ പോയ സഹാബി. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അങ്ങനെ വേണം, അതാ മനുഷ്യന്മാര്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, നബിയെ എനിക്ക് മുസ്ലിം ആകണം, എന്ത് ചെയ്യണം? ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുത്തു. യുദ്ധത്തിൽ പോയാൽ എനിക്ക് സ്വർഗ്ഗം കിട്ടും. വാള് കൊടുത്തോണ്ട് അങ്ങോട്ട് പോയി നോക്കുമ്പോ തൊട്ട് മിനിറ്റ് മുമ്പ് വരെ കൂടെ നിന്നവൻ കൂറുമാറി തിരിഞ്ഞു വരാ. വിടുവോ? മിനിറ്റുകൾക്കുള്ളിൽ കൊണ്ടുവന്നു. അല്ലാഹുവേ സ്വർഗ്ഗത്തിലേക്ക് പറന്നുപോയി. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, മൻ ഷഹിദ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് യുസദ്ദിഖു ഖൽബഹു ലിസാനഹു ദഖല മിൻ അബ്വാബി ജന്ന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഏതെങ്കിലും ഒരു മനുഷ്യൻ വിശ്വാസത്തോടുകൂടി ഈമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ സ്വർഗ്ഗത്തിന്റെ ഏത് വാതിലിലൂടെ വേണമെങ്കിലും അവന് സ്വർഗ്ഗത്തിൽ കയറി പോകാൻ പറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വർഗ്ഗത്തിന്റെ ഏത് വാതിലിലൂടെ വേണമെങ്കിലും കയറി പോകാം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇഖ്ലാസോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ഇല്ലാ ഹറമല്ലാഹു അലൈഹി നാർ, നരകത്തിന്റെ തീ അവനെ തൊടില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതാണ് ആ ദിക്റിന്റെ മഹത്വം, അതാണ് ആ ദിക്റിന്റെ മഹത്വം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അബൂ ഹുറൈറ അനസ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, നാളെ ഈ ദിക്ർ ഇത് പറയാത്തവന്മാര് മുഴുവനും വായിക്കകത്ത് കൈവച്ചിട്ട് കടിക്കുന്ന ഒരു രംഗമുണ്ട്. എടാ, കള്ളുകുടിയനാകട്ടെ, വ്യഭിചാരിയാകട്ടെ, എത്ര വലിയ വൃത്തികെട്ടവനാകട്ടെ, പക്ഷെ അവന്റെ നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ചെയ്ത പാപത്തിന്റെ ശിക്ഷ കഴിഞ്ഞിട്ടാണെങ്കിലും അല്ലാഹുവിന് സ്വർഗ്ഗം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എത്ര വലിയ പാപം ചെയ്തവനാണെങ്കിലും അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ടോ, ഓൻ എന്നെങ്കിലും ഒരു കാലത്ത് സ്വർഗ്ഗത്തിൽ പോകും. അപ്പോഴാണ് ഇത് പറയാത്ത മഹാന്മാരൊക്കെ പറയണത്, ഇതൊക്കെ ഒന്ന് പറയാൻ പോലും പറ്റിയില്ലല്ലോ അല്ലാഹ്. അവിടെ വെച്ചാണ് പൊളിച്ചവനും വറുത്തവനൊക്കെ പറയുക, അവിടെ വെച്ചാണ് ഇവരൊക്കെ പറയുന്നത്. ഇതൊന്നും ദുനിയാവിൽ വെച്ച് ഒരു വട്ടം ഒന്ന് പറയാൻ പറ്റില്ലല്ലോ പടച്ചോനെ എന്ന് വായിക്കകത്ത് കൈവച്ച് കടിക്കുന്ന രംഗം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇബ്ലീസ് തന്നെ പറഞ്ഞത് എന്നെ നശിപ്പിച്ച് കളഞ്ഞത് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നതിലൂടെയാണ്. ഞാൻ പാപങ്ങൾ ചെയ്യാൻ വേണ്ടി എല്ലാവരെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കും, അവരെ ഞാൻ അങ്ങനെ പിഴപ്പിക്കാൻ നോക്കുമ്പോ അവന്മാര് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് എന്നെ നശിപ്പിച്ച് കളയാ.
മീസാനിലെ ഏറ്റവും ഭാരമുള്ള വസ്തുവാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ട് സഹോദരങ്ങളെ, വെറും ലാ ഇലാഹ ഇല്ലല്ലാഹ് ആക്കരുത്. അതേ ഉള്ളൂ. വെറും ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ല, അത് പറയുമ്പോൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കി ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിന്റെ അർത്ഥം മനസ്സിലാക്കി പറ. അത് മീസാൻ നിറയ്ക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ പാപം പൊറുക്കുകയാണ്. ഷഹാദത്ത് കലിമ പറഞ്ഞാൽ പാപം പൊറുക്കുന്നു. 2, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു 5 നേരം നിസ്കരിച്ച സമ്മാനം എന്താ? സ്വർഗ്ഗം. പിന്നെ 5 നേരം ഒരു മനുഷ്യൻ നിസ്കരിച്ചാൽ അവന്റെ പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. നിസ്കരിക്കുന്ന അല്ലാഹുവിന് നന്ദി കാണിക്കുമ്പോ സമ്മാനമായി അല്ലാഹു തരുന്നത് പാപമോചനം. നിസ്കരിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ പാപം അല്ലാഹു പൊറുക്കുകയാണ്. നിസ്കാരത്തിലൂടെ മനുഷ്യന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുന്നു. മഹദിയായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ കരളിന്റെ കഷ്ടമായ തന്റെ പൊന്നാര മകളായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് തന്റെ പൊന്നാര മകളോട് പറയുന്നു, യാ അബാ ഫാത്തിമ ഇൻ അറദത അൻ തൽഖാനി ഫഅഖ്സിറു സുജൂദ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു, ഫാത്തിമ, നാളെ നിനക്കെന്നെ കാണണോ? നാളെ ഉപ്പാടെ നിനക്ക് കാണണോ? ഉപ്പാടെ കൂടെ നിനക്ക് നടക്കാൻ ആഗ്രഹമുണ്ടോ? സുജൂദുകൾ അധികരിപ്പിക്കണേ ഫാത്തിമ. സുജൂദ് അധികമായിട്ട് ചെയ്യണേ ഫാത്തിമ. ഒരുപാട് നിസ്കരിക്കണേ എന്ന് പ്രവാചകൻ തന്റെ പൊന്നാര മകളോട് പറഞ്ഞു കൊടുക്കുകയാണ്.